ഇനി നമ്മൾ പറയാൻ പോണത് മൊബൈൽ എക്സ്റേ. മൊബൈൽ എക്സ്റേ മീൻസ് ക്യാപ്പബിൾ ഓഫ് മൂവിങ്. എവിടേക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് എക്സ്റേ മെഷീനാണ് അത്. വീൽസൊക്കെയുള്ള നമുക്ക് മൂവ് ചെയ്യാൻ ബ്രേക്കൊക്കെ, മോഷൻ ബ്രേക്ക് എന്താ പറയുക, മൂവ്മെൻറ്റൊക്കെ നിർത്തി വയ്ക്കാൻ പറ്റുന്ന പോലത്തെ മെഷീനാണ്. അതിൽ കമ്പോണൻസ് ആയിട്ട് വരുന്നത് വീൽ ബേസ് ഉണ്ട്, അതുപോലെ ഹൈ ടെൻഷൻ ജനറേറ്ററാണ് ഉള്ളത്, കൺട്രോൾ പാനലുണ്ട്, പിന്നെ എക്സ്റേ ട്യൂബുണ്ട്, സപ്പോർട്ടഡ് ആയിട്ടുള്ള എക്സ്റേ ട്യൂബുണ്ട്. പിന്നെ ഉള്ളത് പോർട്ടർ എക്സ്റേ മെഷീൻ. പോർട്ടർ എക്സ്റേ മെഷീൻ ഇതേപോലെ തന്നെ മൊബൈൽ എക്സ്റേ പോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പേഷ്യൻ്റ് ഒ പിയിലാണ് കിടക്കണമെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ വാർഡിലാണ് കിടക്കണമെങ്കിൽ അവിടേക്കൊക്കെ നമുക്ക് ഈ പോർട്ടബിൾ മെഷീൻ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് പോർട്ടബിൾ എക്സ്റേ മെഷീൻ. അതിൽ നമ്മൾ ഇതേപോലെ തന്നെ എക്സ്റേ ട്യൂബ്, ജനറേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഓയിൽ ഫിൽ ടാങ്ക് ഉണ്ട്, പിന്നെ നമ്മൾ ഇതിനൊരു ട്യൂബ് ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റേ എക്സ്റേ മെഷീൻ പോലെ തന്നെ ട്യൂബ് ഹെഡ് ഉണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അടുത്ത് ഡെൻറ്റൽ എക്സ്റേ മെഷീൻ. ഡെൻറ്റൽ എക്സ്റേ മെഷീൻ എന്താണെന്ന് പറയുന്നത്, നമുക്ക് പല്ലിൻ്റെയും അതേപോലെ തന്നെ ടീത്ത് ഗംസിൻ്റെ ഒക്കെ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇത് എക്സ്ട്രാ ഓറലും ഉണ്ട്, ഇൻട്രാ ഓറലും ഉണ്ട്. നമ്മുടെ പല്ല്, അതേപോലെ നമ്മുടെ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇൻട്രാ ഓറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ മാത്രം ഉള്ളിലേക്ക്, വായുടെ ഉള്ളിൽ ഫിലിം വെച്ചിട്ട് എക്സ്റേ എടുക്കുന്നതാണ് ഇൻട്രാ ഓറൽ എക്സ്റേ. എക്സ്ട്രാ ഓറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തു കൂടെ, കാരണം ഫിലിം ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രേക്ക് കടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്തു കൂടെ എക്സ്റേ. അപ്പോൾ നമ്മൾ മുതൽ റൈറ്റ് ജോ മുതൽ ലെഫ്റ്റ് ജോ വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് എല്ലാ മെഷീൻ പോലെ തന്നെ ഒരു ട്യൂബ് ഹെഡ് ഉണ്ട്, ഒരു എക്സ്റ്റൻഡ് ഹാം ഉണ്ട്, അതേപോലെ തന്നെ ഒരു കൺട്രോൾ പാനലുണ്ട് കേട്ടോ.